പത്തനംതിട്ട കോന്നി മുറിഞ്ഞകലിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കാറും ശബരിമല തീർത്ഥാടകരുടെ ബസും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. മല്ലശ്ശേരി വട്ടക്കുളഞ്ഞ് സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഭയങ്കര സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ ബസ്സുമായി കാർ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനാവുക? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങണമെന്നുണ്ടായിരുന്നു ക്രിസ്റ്റീന പ്രവിത. പക്ഷേ രാവിലെ 5:30 മണി മുതൽ അങ്ങനെ ഒരു അവസ്ഥയിലല്ല നമ്മളുള്ളത്. 4 മണിയോടുകൂടി നമ്മുടെ പ്രാദേശിക പ്രതിനിധി അനു വെള്ളവള്ളൂരാണ് നമ്മോട് ഈ വാർത്ത വിളിച്ചറിയിക്കുന്നത്. ആ വാർത്ത വിളിച്ചറിയിച്ച ഉടൻ തന്നെ ഏതാണ്ട് 20 മിനിറ്റിനകം തന്നെ ആ സ്ഥലത്തേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ആ കോന്നിയ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആളുകളെ വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കുന്ന ഒരു കാഴ്ച, അതുമായി ആംബുലൻസുകൾ ചീറിപ്പായുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടത്. അതിൽ പക്ഷേ 10% ജീവനുണ്ടായിരുന്നത് ഒരു പെൺകുട്ടിക്കായിരുന്നു. അനു എന്ന പെൺകുട്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവാഹം കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന കഴിഞ്ഞ മാസം 30-ാം തീയതി വിവാഹം കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ആളുടെ ആ ഒരു പെൺകുട്ടിക്കായിരുന്നു ജീവനുണ്ടായിരുന്ന 10% ജീവനുണ്ടായിരുന്ന ആ പെൺകുട്ടിക്കായിരുന്നു. എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. 4 പേരുകൾ ആണ്. മാത്യു ഈപ്പൻ, അതുകൂടാതെ ബിജു ജോർജ്, ഇവരുടെ മാത്യു ഈപ്പൻ്റെ മകൻ നിഖിൽ മാത്യു, അതുകൂടാതെ ബിജു ജോർജിൻ്റെ മകളും നിഖിലിൻ്റെ ഭാര്യയുമായ അനു എന്നിവരാണ് ഏറ്റവും ഒടുവിൽ മരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നൽകുന്നത്. നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് റോബിൻ പീറ്റർ കൂടി ചേരുന്നുണ്ട്. അച്ഛനെ പരിചയമുള്ള കുടുംബം തന്നെ. ഈ 2 കുടുംബവും വളരെയേറെ അടുത്ത ബന്ധമുള്ള, സ്നേഹബന്ധമുള്ള, വളരെയേറെ അടുത്ത കുടുംബ ബന്ധമുള്ള 2 കുടുംബമാണ്. എൻ്റെ വീടിനോട് അടുത്തുള്ളതാണ്. ഈ മകൻ്റെയും മകളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെയാണ് മറ്റൊരാളിലൂടെയാണ് ഇത് വിവരം അറിയാൻ കഴിഞ്ഞത്. പോയിരിക്കുന്നു. അതെ, അവർ വിവാഹത്തിന് ശേഷം അറിയാൻ കഴിഞ്ഞത് ട്രിപ്പ് പോയിട്ട് തിരികെ വരികയാണ്. മകൻ്റെ പിതാവും മകളുടെ പിതാവും രണ്ടുപേരും കൂടിയാണ് വിളിക്കാൻ വേണ്ടി പോയത്. വരുന്ന വഴിക്ക് മുറിഞ്ഞകലിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു അപകട മേഖലയാണ് ഈ കോന്നി, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത, കോന്നി, കുമ്പഴ, മുറിഞ്ഞകല്ലൊക്കെ എന്നൊക്കെ പറഞ്ഞ പ്രദേശങ്ങൾ. എന്തായിരിക്കാം അങ്ങ് ഈ പ്രദേശത്ത് പൊതുപ്രവർത്തനങ്ങൾ നടന്ന കുറേ കാലമായിട്ടുള്ള ഒരാളല്ലേ, ഇതൊരു റോഡിൻ്റെ അശാസ്ത്രീയതയൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. തീർച്ചയായും റോഡ് നമുക്ക് കാലഘട്ടത്തിനനുസൃതമായി റോഡിൻ്റെ വിസ്തൃതിയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാകണം. പക്ഷേ അശാസ്ത്രീയമായ റോഡ് പണികൾ, നിർമ്മാണമാണോ ഈ കാര്യത്തിൽ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെയേറെ ഇപ്പോൾ ഈ റോഡിൽ തന്നെ ഏതാണ്ട് 4 അപകടങ്ങൾ ഈ 2 ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടായതായിട്ടാണ്. നിങ്ങളുടെ അമിതവേഗത ഒരു കാരണം തന്നെയാണ്. തീർച്ചയായിട്ടും ആ അമിതവേഗം ഒരു റോഡ് അത്യാധുനിക രീതിയിൽ നവീകരിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് വാഹനങ്ങൾ അമിതവേഗതയിൽ വരുമല്ലോ. അതിന് വേണ്ട സൈൻ ബോർഡുകളൊന്നും ഇല്ല ഈ പല പ്രദേശങ്ങളിലും. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ അപകടങ്ങൾ പലതും നടന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വളരെ നേരെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ ചെറിയ വളവുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കും. പക്ഷേ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ വളരെ വേഗത്തിൽ വരുമ്പോഴാണ് ഈ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു സ്ട്രെയിറ്റായി വരുന്ന മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മുൻകരുതലുകളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളോ ഉണ്ടായാൽ ഒരുപക്ഷെ ഒരു പരിധിവരെ എങ്കിലും അമിതവേഗം ഇതിനൊക്കെ പലതിനും. മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഈ ആശുപത്രിയിലെ മറ്റ് നടപടിക്രമങ്ങൾ? ഇനി തീർച്ചയായിട്ടും ബന്ധുക്കളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഒരു മകൾ, മരിച്ചുപോയ മകളുടെ മൃതദേഹം മുത്തൂറ്റ് ആശുപത്രിയിലാണ് ഉള്ളത്. അപ്പം കൂടൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായതുകൊണ്ട് കൂടൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നും പോലീസ് വന്നാൽ ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ മാറും. ഇവർ 4 പേരും ഒരേ ഇടവകയിൽ തന്നെ, ഒരു പള്ളിയിൽ തന്നെയാണ് 4 പേരും. അപ്പോൾ അതിനനുസരിച്ചുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഇന്ന് തന്നെ ആലോചിച്ച് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് തന്നെ അടക്കിലേക്ക് കടക്കാൻ. ഇന്ന് ഒരു അടക്കം ഉണ്ടാവില്ല. ബന്ധുക്കളും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു ക്രമീകരണം ഉണ്ടായതിനു ശേഷം അടുത്ത ദിവസങ്ങളിലേക്കായിരിക്കും ഇന്നതിന് തീരുമാനം ഉണ്ടാകും. പുറത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടോ ഇവർക്ക്? ആ ഇടവകയുടെ വികാരി പുറത്ത് പോയിരിക്കുകയാണ്. ഈ 4 പേരും ഒരു ഇടവകയിലാകുമ്പോൾ തീർച്ചയായിട്ടും എവിടേക്കാണ് വിദേശത്തേക്ക് പോയതാണ്. അച്ഛൻ വരുമെന്നാണ് ഇപ്പോൾ മറ്റേ അച്ഛൻ നാളെ കയറുമായിരിക്കും. അതെ. അപ്പം അതിൻ്റെ ക്രമീകരണങ്ങൾ കൂടി എന്തായാലും 4 പേരും ഒരിടവകയിൽ തന്നെ ആകുമ്പോൾ അതിൻ്റെ മറ്റുള്ള ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ക്രമീകരണങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും ഇന്ന് തന്നെ പൂർത്തീകരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായും അതാണ് പറയാനുള്ളത്. അത്ര കണ്ട് വേദനയോടുകൂടി ഒരു നാട് നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഒരു കൂട്ടരെ അഭിനന്ദിക്കാതെ തരമില്ല. ഈ വേദനയ്ക്കിടയിലും ഒരു കൂട്ടരെ അഭിനന്ദിക്കാതെ തരമില്ല. അവിടുത്തെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും. ഞാനാണ് നമ്മുടെ 24 വാർത്താ സംഘമാണ് ഏറ്റവും ആദ്യം അവിടെ എത്തുന്ന മാധ്യമ പ്രവർത്തക സംഘം. ആ സമയത്ത് ആ പ്രദേശത്തെ നാട്ടുകാരാണ് വെട്ടിപ്പൊളിച്ച് നേരം പുലരുന്നതേ ഉള്ളൂ. ഏതാണ്ട് 4-4:15 സംഭവിച്ച അപകടമാണ് നമ്മളോട് വിളിച്ച് ആദ്യം പറയുന്നത്. നമ്മോട് ആദ്യം ഈ വിവരം വിളിച്ചു പറഞ്ഞ ആളുകളൊക്കെ ഈ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇത്തരമൊരു വിവരം തന്നത് നമ്മുടെ പ്രാദേശിക പ്രതിനിധി അനു ഇളവള്ളൂരാണ്. ആ പ്രദേശത്തുകാരനാണല്ലോ അല്ലേ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെ പതിവായി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിന്ന് കേൾക്കുകയാണ്. നമുക്കിതിനൊരു പരിഹാരം വേണ്ടേ, ഒരു അപകടങ്ങൾ കുറയ്ക്കാൻ? മാത്രമല്ല മണ്ഡലമാസം കൂടിയാണ് ശബരിമല. എന്താണ് ഇത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണോ എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പരിശോധന ഉറപ്പായിട്ടുണ്ടാവണം. കാരണം ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷമാണ് ഇത്തരം അപകടങ്ങൾ റോഡ് നന്നായി, അപ്പോൾ ആളുകൾ വാഹനം അങ്ങനെ ഓടിക്കുന്നു. അതെ, റോഡ് നന്നായപ്പോൾ അത് അമിത വേഗതയിൽ വാഹനങ്ങൾ പോകുന്നു. അതിന് പ്രകാരം അപകടങ്ങൾ ധാരാളം വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു ശാസ്ത്രീയമായ പരിശോധന ഉറപ്പായിട്ടുണ്ടാകും. പലപ്പോഴും നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല പ്രാവശ്യം അപകടങ്ങൾ നടക്കുമ്പോൾ ഇത് ആവശ്യപ്പെടുന്നതാണ്. ശാസ്ത്രീയമായ പരിശോധന നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് പലതവണയായിട്ട് ആവർത്തിക്കുന്നു. ഓരോ അപകടം കഴിയുമ്പോഴും ഇത് പറഞ്ഞു പോകുന്നതല്ലാതെ പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ആണ് പറയാനുള്ളത്. എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. കാരണം ഒരു ഈ സമയത്ത് പറയാൻ ശ്രീജിത്ത്, ശബരിമല തീർത്ഥാടകരുമായി വന്ന വണ്ടിയാണ് ഇവരുടെ കാറുമായി കൂട്ടിയിടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ആ ശബരിമല തീർത്ഥാടകർ തെലങ്കാന സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ശബരിമലയിലേക്ക് പോകുന്ന വഴിയായിരുന്നോ അതോ തിരികെ പോകുകയായിരുന്നോ? എന്താണ് അവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനാവുക? പ്രവിത, ക്രിസ്റ്റീന അവർ തിരികെ ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. തിരിച്ച് അവർ മടങ്ങി മറ്റ് ക്ഷേത്രങ്ങൾ ദർശനം നടത്തി, പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ദർശനം നടത്തി തിരിച്ച് മടങ്ങി പോകാൻ വെച്ച ഒരു ടീമായിരുന്നു, ഒരു ബസ്സായിരുന്നു, ഒരു മിനി ബസ്സായിരുന്നു. ആ ബസ്സിൽ ഏതാണ്ട് 30-ലധികം തീർത്ഥാടകർ ഉണ്ടായിരുന്നു. അവരെന്തായാലും അത് കഴിഞ്ഞ ഉടൻ തന്നെ ആ വാഹനം പെട്ടെന്ന് തന്നെ അവർക്ക് ചവിട്ടി നിർത്താൻ കഴിഞ്ഞു. ഈ ബസ് നിൽക്കുന്നത് ശരിയായ ദിശയിൽ തന്നെയാണ്, അവരുടെ ദിശയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ കാർ നിൽക്കുന്നത് നേരെ ബസ്സിന് നേർക്കാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു തെറ്റായ രീതിയിൽ തന്നെ വന്ന് ഓവർടേക്ക് ചെയ്ത് വന്ന് ഇടിച്ചതായിരിക്കാം എന്ന ഒരു പ്രാഥമികമായ നിഗമനമാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അത് പക്ഷേ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ അത് ഏത് തരത്തിലുള്ള അപകടമായിരുന്നു എന്ന തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറങ്ങിപ്പോയതാകാനാണോ സാധ്യത? ആരാണ് കാർ ഓടിച്ചത്? കാണുന്ന കാഴ്ച കാർ ഓടിച്ചത് ആരാണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. കാർ ഓടിച്ചത് നിഖിലായിരിക്കാം. നിഖിലിൻ്റെ ലൈസൻസാണ് നമുക്ക് ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രാദേശിക പ്രതിനിധി അനുവിനോട് നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അദ്ദേഹമാണ് നമുക്ക് ആദ്യം ആ വിവരം നൽകുന്നത്. പ്രാദേശിക അനു, ഈ കാർ ആരായിരുന്നു ഡ്രൈവ്? അത് നിലവിൽ നമുക്ക് കൺഫേം ആയിട്ടില്ല, അറിയത്തില്ല. അതിന് വേണ്ടിയിട്ട് പോയതാണ്. ആരാ ഓടിച്ചു വരുന്ന സമയത്ത് ആരെയും അതാണ് ആ തിരിച്ചു വരുന്ന സമയത്ത് ആരായിരുന്നു കാർ ഓടിച്ചിരുന്നതിനെ കുറിച്ചൊരു കൺഫർമേഷൻ ഇനി വരേണ്ടതുണ്ട്. എന്തായാലും ഈ ശബരിമല തീർത്ഥാടകരുടെ ഒരാൾക്ക് മാത്രം ചെറിയൊരു പരിക്കുണ്ട്. ഡ്രൈവർക്കൊന്നും കാര്യമായ രീതിയിലൊരു പരിക്കുമില്ല. അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് അത് ഓഫ് ദ റെക്കോർഡിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ ആരും ശബരിമല തീർത്ഥാടകർ ആരും വരാൻ തയ്യാറായില്ല. അവരെല്ലാവരും തന്നെ പറയുന്നത് വാഹനം വന്ന് ഇങ്ങോട്ട് ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ്. ഇനിയിപ്പോൾ ഒരു പക്ഷേ പുലർവേളയാണ്, നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ തീർത്തും രാത്രി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുന്ന വഴിയാണ് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഒരുപക്ഷെ ഉറങ്ങിപ്പോയതായിരിക്കാം അപകട കാരണം. ശ്രീജിത്ത് ഇപ്പോൾ നിൽക്കുന്നത് താലൂക്ക് ആശുപത്രിയിലാണെന്ന് മനസ്സിലാക്കുന്നു. അനുവിൻ്റെ മൃതദേഹമുള്ളത് മുത്തൂറ്റ് ഹോസ്പിറ്റലിലാണെന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ ചില ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ മരിച്ച ഒരാളുടെ ഭാര്യ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ. അവരൊക്കെ അവിടെ വളരെ വേദനയോടുകൂടി ഇരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും ക്യാമറ പോലും തിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. രാവിലെ എന്തായാലും മടങ്ങിയെത്തും ഇവരെന്ന് കരുതി ഈ പോയ സംഘം രാവിലെ മടങ്ങിയെത്തും. മകളും മകനും അതുപോലെ തന്നെ ഈ വീട്ടുകാരും അച്ഛനൊക്കെ തിരിച്ചെത്തുമെന്ന് കരുതിയിരുന്ന ആളുകളാണ്. സ്വാഭാവികമായി അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് ഉള്ളുലയ്ക്കുന്ന കാഴ്ച തന്നെയാണ്. മറ്റു നടപടിക്രമങ്ങൾ
അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് കൊണ്ടുപോകുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും. ഇവിടെ 3 പേരുടെ മൃതദേഹങ്ങൾ ഉണ്ട്. അനുവിൻ്റെ മൃതദേഹമുള്ളത് തൊട്ടപ്പുറത്തെ മേഖലയിലാണ്. അത് പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലാണുള്ളത്. അവിടെയും കുറച്ച് ബന്ധുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ആ നടപടിക്രമങ്ങൾ അവരും പൂർത്തിയാക്കി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. അതിനുശേഷം അവിടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ. നേരത്തെ റോബിൻ പീറ്റർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് റോബിൻ പീറ്റർ നമ്മോട് അല്പസമയം മുൻപ് പറഞ്ഞത് ഈ ഒരേ ഇടവകക്കാരാണ്. അപ്പോൾ ആ ഇടവകയിലെ വികാരി സ്ഥലത്തിൽ അദ്ദേഹം പുറത്താണുള്ളത്. അപ്പോൾ അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഇന്ന് തന്നെ കയറും, അല്ലെങ്കിൽ നാളെ അദ്ദേഹം കയറും. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ, ശുശ്രൂഷയടക്കം നടക്കും. വിദേശത്തുള്ള ആളുകളൊക്കെ വരാനുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും ഈ സംസ്കാരമടക്കമുള്ള മറ്റു ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന, ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ്, കാഴ്ചകളാണ് രാവിലെ തന്നെ 5:30 നമുക്ക് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് കാണിച്ചു കൊടുക്കാനായത്. അതിലൊരു വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ ഇത് കാണിക്കാതെ തരമില്ല. ഇനിയൊരു അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി മാത്രമേ ഇങ്ങനൊരു വാർത്ത നമുക്ക്. മേഖലയിലൊക്കെ CCTV ഉണ്ടാകില്ലേ? അങ്ങനെയെങ്കിൽ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് തൊട്ട് മുൻവശത്ത് CCTV ഇല്ല. അത് നമ്മൾ ആ മേഖലയിൽ പോയി കൃത്യമായ രീതിയിൽ കൺഫേം ചെയ്തതാണ്. ആ തൊട്ട് മുൻവശത്തൊന്നും തന്നെ CCTV ഇല്ല. അപ്പോൾ ഒരു ഇടി എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായൊരു വിവരം നമുക്ക് ലഭ്യമാക്കാൻ കഴിയില്ല. എന്തായാലും ആ വാഹനം കടന്നു വരുന്ന പല മേഖലകളിൽ CCTV ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വാഹനത്തിൻ്റെ വേഗതയും ഈ 2 വാഹനങ്ങളുടെയും വേഗതയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുമെന്നല്ലാതെ ഇടി എങ്ങനെ സംഭവിച്ചു, ഈ അപകടം നടന്ന ആ സ്പോട്ടിൽ എന്തായാലും CCTV ഇല്ല. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുമുണ്ട്. ശ്രീജിത്ത്, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്? ഇപ്പോൾ 2 ആശുപത്രികളിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ അനുവിൻ്റെ മൃതദേഹമുള്ള മുത്തൂറ്റ് ഹോസ്പിറ്റൽ കൂടൽ സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോലീസുകാരെത്താൻ അല്പം കൂടി വൈകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതവരുടെ വിവാഹ ദൃശ്യങ്ങളാണ്. 2 ആഴ്ച മുൻപ് മാത്രമാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. ദൃശ്യങ്ങൾ ഏറെ നോവുണ്ടാക്കുന്നതാണ്. ഇവർ ഹണിമൂണൊക്കെ കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് എത്തിയതായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. സ്ഥിരമായി അവിടെ അപകടം ഉണ്ടാവാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നല്ല റോഡാണ്, പക്ഷേ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഏറെ വേഗത്തിലാണ് സഞ്ചരിക്കാറുള്ളതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ആണ് ഈ അപകടമുണ്ടാകുന്നത്. 5 മണിയോടെയാണ് അപകടമുണ്ടാകുന്നത്. നവദമ്പതികളും ഇരുവരുടെയും അച്ഛന്മാരുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. അവരുടെ വിവാഹ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഞാൻ മുൻപ് ചോദിച്ച ചോദ്യം ശ്രീജിത്ത് കേട്ടിട്ടുണ്ടാവും. അനുവിൻ്റെ മൃതദേഹമുള്ള മുത്തൂറ്റ് ഹോസ്പിറ്റൽ കൂടൽ സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടൽ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയിട്ട് വേണം ഇൻക്വസ്റ്റ് തുടങ്ങാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെപ്പോഴാണ് അവിടെ എത്തിച്ചേരുക? മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രി കൂടൽ സ്റ്റേഷൻ പരിധിയിലല്ല ക്രിസ്റ്റീന, അത് പത്തനംതിട്ട നഗരത്തിലാണ്. ഇപ്പോൾ എന്തായാലും കൂടൽ സ്റ്റേഷനിലെ പോലീസുകാർ എത്തിയിട്ട് വേണം ഇൻക്വസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ. അത് നോർമൽ പ്രൊസീജിയറാണ്. കാരണം ആ കൂടൽ സ്റ്റേഷൻ പരിധിയിലാണ് ഈ പറയുന്നത് പോലെ അപകടം നടന്നത്. അപ്പോൾ അവിടുത്തെ പോലീസുകാർ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോന്നി DYSPയുടെ കീഴിലാണ് അത് മുഴുവനുള്ളത്. അല്പസമയം മുൻപ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും കോന്നി DYSP രാജപ്പൻ റാവുത്തർ അടക്കമുള്ള മുഴുവൻ പോലീസ് സംഘവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾക്കൊക്കെ തന്നെ പോലീസ് ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പോലീസിൻ്റെ ആ നടപടിക്രമങ്ങളൊക്കെ പോലീസ് പൂർത്തിയാക്കും. കാരണം പോലീസ് പൂർണ്ണമായി ആ റോഡിലായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. നിമിഷങ്ങൾക്കകം തന്നെ കൂടുതൽ CA നമുക്ക് കാണാൻ കഴിഞ്ഞു ആ പ്രദേശത്ത്. അപ്പോൾ നമ്മളവിടെ എത്തി ഏതാണ്ട് ഒരു 15 മിനിറ്റുകൾക്കകം തന്നെ രാജപ്പൻ റാവുത്തർ DYSP അദ്ദേഹവും ആ പ്രദേശത്ത് എത്തിയിരുന്നു. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ആ പ്രദേശത്ത് ആ മേഖലയിൽ അപ്പോൾ തന്നെ വന്ന് എത്രയും പെട്ടെന്ന് ആളുകളെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് അവരും കടക്കുകയായിരുന്നു. എന്തായാലും അതെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട്, നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് പോലീസ് ഒക്കെ വന്ന് ഇൻക്വസ്റ്റ് ഒക്കെ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും. പത്തനംതിട്ട ജനറൽ ആശുപത്രി
ആശുപത്രിയിൽ ആ മൃതദേഹങ്ങൾ അവിടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ, അതിനുശേഷം നേരത്തെ റോബിൻ പീറ്റർ സൂചിപ്പിച്ചതുപോലെ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കും മൃതദേഹം എന്ന് തൊട്ടടുത്ത ദിവസമായിരിക്കും ഈ സംസ്കാര ശുശ്രൂഷകളടക്കം ഈ ഒരു ഘട്ടത്തിൽ നടക്കുക എന്ന് അറിയിച്ചിട്ടുള്ളത്. വിദേശത്തുനിന്നടക്കം പള്ളിയുടെ വികാരി അടക്കം വരാനുണ്ട്. അദ്ദേഹം അടക്കം വന്നതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക.